ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് സ്നേഹപൂർവ്വം വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നു. ഒരു നിർദ്ദേശം തരാനുള്ളത്, മുമ്പോട്ടുള്ള 3-4 എപ്പിസോഡ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരേ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് വീഴ്ച വരുത്താതെ ആ എല്ലാ എപ്പിസോഡും കേൾക്കുകയാണെങ്കിൽ ഒരു കാര്യം, നമ്മുടെ യഥാർത്ഥ ശത്രുവായ പിശാചിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ സമരത്തിൽ അത് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 തരക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. ബൈബിളിലും ഇതേക്കുറിച്ചുള്ള സൂചനകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, സാത്താനെ അമിതമായി ഭയപ്പെടുന്നവർ. ഒരുപാട് പേര്, ഒരു സഹോദരി പറഞ്ഞാണ്, ഈ സാത്താൻ്റെ ശല്യം കാരണം ഞാനിപ്പോൾ കിടക്കാൻ പോകുമ്പോൾ ഒരു വാക്കത്തി എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അമിതമായിട്ട് ഭയപ്പെടുന്ന വ്യക്തികൾ. ബൈബിളിലാണെങ്കിൽ നമുക്കൊരു 365 പ്രാവശ്യമെങ്കിലും സാത്താനെ പരാജയപ്പെടുത്തിയ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. അപ്പം ആ ദൈവ സാന്നിധ്യം, ദൈവിക സംരക്ഷണം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നവർ ഒരിക്കലും സാത്താനെ ഭയപ്പെടേണ്ടതില്ല. രണ്ടാമതൊരു കാര്യം, വേണ്ടത്ര ജാഗ്രത പുലർത്താത്തവരുണ്ട്. കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജാഗരൂകരായിരിക്കുക. അത് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. എഫേസസ് 6-ാം അധ്യായം 11-ാമത്തെ വചനം എടുത്താൽ നമ്മൾ ജാഗരൂകരായിരിക്കണം, സാത്താൻ്റെ കെണിയിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, സാത്താനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നവർ. യാക്കോബ് 4-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, സാത്താനെ ചെറുത്ത് തോൽപ്പിക്കണം. ഇത് പാതി വഴിക്ക് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. ചെറുത്ത് നിന്നാൽ അവൻ നിന്നിൽ നിന്നും ഓടിയകലും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാത്താൻ്റെ 10 കെണികളെ കുറിച്ചാണ്. സാത്താൻ കെണി വെക്കുന്നവനാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, ചില വ്യക്തികൾ അവർ സൂചിപ്പിച്ചൊരു കാര്യം എനിക്കറിയാം. ആരോ എന്നെ നോക്കുന്നത് പോലെ, ആരോ എന്നെ ഭയപ്പെടുത്തുന്നത് പോലെ, ആരോ എൻ്റെ കൂടെ കിടക്കുന്നത് പോലെ, ഇങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായ വ്യക്തികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, ഇതെല്ലാം സാത്താൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സാത്താൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് ഞാനും വിചാരിച്ചിരുന്നു, എന്തിനാ ഇങ്ങനെ സാത്താൻ്റെ കാര്യമൊക്കെ പറയുക, എവിടെ സാത്താൻ, ആര് കണ്ടിട്ടുണ്ട്? പക്ഷേ പിന്നീട് ഞാനൊരു പുസ്തകം പോലും എഴുതി, വഞ്ചകൻ്റെ പഞ്ചതന്ത്രങ്ങൾ. അതിൻ്റെ കാരണം കുറേ സംഭവങ്ങൾ എൻ്റെ കൺമുമ്പിലേക്ക് വന്നപ്പോൾ എനിക്കിത് വിശ്വസിക്കാതിരിക്കാൻ, അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാത്താൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതാനും വചനങ്ങൾ എടുത്താൽ മതി. 1 പത്രോസ് 5 8-ാമത്തെ വചനം പറയുകയാണ്, നിന്റെ യഥാർത്ഥ ശത്രു പിശാചാണ്, സാത്താനാണ്, മറ്റു വ്യക്തികളോ ദൈവമൊന്നും അല്ല. യഥാർത്ഥ ശത്രു സാത്താനാണ്. അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നു. സാത്താൻ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യം വചനത്തിൽ പറയേണ്ടതുണ്ടോ? 2 തീമോത്തി 2-ാം അധ്യായം 26-ാമത്തെ വചനം എടുത്താൽ, അവൻ കെണി വെക്കുന്നവനാണ് എന്നുള്ളത് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. അവൻ നമ്മെ അവൻ്റെ കെണിയിൽപ്പെടുത്തിയിട്ട് അവൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാൻ അവൻ പരിശ്രമിക്കും. എൻ്റെ കെണിയിലാകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവസ്വരം കേൾക്കുന്നതിനേക്കാൾ അവൻ പറയുന്നതിന്, അവൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോയെന്ന് വരും. എഫേസസ് 6:12 പറഞ്ഞിട്ടുണ്ട്, മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല നമ്മുടെ യുദ്ധം, മറിച്ച് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ്. അങ്ങനെ ദുരാത്മാക്കളില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ഒരു വചനം നമുക്ക് ഉണ്ടാവും? മത്തായി 4:1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനുണ്ടായ പ്രലോഭനങ്ങൾ. അവിടെ പ്രലോഭകൻ വരുന്നതും പ്രലോഭിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഈ അധ്യായം വായിക്കുമ്പോൾ മത്തായി 4-ലോ ലൂക്ക 4-ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലൂക്ക 9:1 നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത 2 കാര്യങ്ങൾ, പിശാചുക്കളുടെ മേൽ ശക്തിയും അധികാരവും. പിശാചുക്കളില്ല, സാത്താൻ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു അധികാരം കർത്താവ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇതെല്ലാം സാത്താൻ്റെ ആ ഒരു യാഥാർത്ഥ്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്, അതല്ലാതെ ചുമ്മാ ഒരു ഭാവനയല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്കിനി നേരെ ആ ഒരു 10 കാര്യങ്ങൾ സാത്താൻ്റെ കെണികളായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, അവൻ അരാജകത്വം സൃഷ്ടിക്കും. അരാജകത്വം നമ്മളിത് കാണുന്നുണ്ട്. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 7-ാമത്തെ വചനം. അരാജകത്വം സൃഷ്ടിക്കുന്ന സാത്താൻ, അതാണ് അവിടെ പറഞ്ഞിരിക്കുക. യാക്കോബ് 3:16 വായിക്കുമ്പോൾ, എവിടെ സ്വാർത്ഥതയും അസൂയുമുണ്ടോ അവിടെ എല്ലാവിധ ക്രമക്കേടുകൾ, അരാജകത്വം മുളയെടുക്കും. ഉൽപ്പത്തി 1:2 വായിക്കുമ്പോൾ ഇതിൻ്റെ ആൻറ്റിഡോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവിക ചൈതന്യം തത്തിക്കളിച്ചപ്പോൾ അവിടെ ഓർഡർ വന്നു, അരാജകത്വം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് ആശയക്കുഴപ്പം. ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ദുരാത്മാവിനെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 19:14 വായിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഒരമ്മ സൂചിപ്പിച്ച കാര്യമാണ്, എൻ്റെ മക്കള്
എത്ര എളുപ്പത്തിലാണ് കൺഫ്യൂഷനിലേക്ക് പോവുക. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവർക്ക് കൺഫ്യൂഷൻ. അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ, സ്ട്രെസ്, പിന്നെ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്ര എളുപ്പത്തിലാണ് ആ മക്കൾ വീണു പോകുന്നത് എന്ന്. ദൈവിക സംരക്ഷണം ഇല്ലെങ്കിൽ സാത്താൻ നമ്മെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തേതാണ് വഞ്ചനയുടെ ദുരാത്മാവ്. സൂക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ നമ്മെ വഞ്ചിക്കും. യെശയ്യാ 43 അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇതേക്കുറിച്ചൊരു സൂചന നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വഞ്ചനയുടെ ദുരാത്മാവ്. അതുപോലെ തന്നെ ഉൽപ്പത്തി 2 കൊരിന്തോസ് 11:14 വചനം, ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് അവൻ വേഷം മാറി വരും, നമ്മെ വഞ്ചിക്കാൻ നോക്കും. ആദിമാതാപിതാക്കളെ വഞ്ചിച്ച സർപ്പത്തെക്കുറിച്ച് ഉൽപ്പത്തി 3 അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. നാലാമത്തേതാണ് മനസ്സിനെ അന്ധമാക്കുന്ന ദുരാത്മാവ്. ഇവിടെ മനസ്സിനെ, നമ്മുടെ കണ്ണുകളെയൊക്കെ സാത്താന് അന്ധമാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സുവിശേഷത്തിന്റെ പ്രകാശം സ്വീകരിക്കാൻ പറ്റാതാകും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റാതാകും. ഇത് നമ്മൾ കാണുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 22:31 വചനം. ബാലാമിന്റെ കണ്ണ് മൂടപ്പെട്ടിരുന്നു. സാത്താൻ അവന്റെ കണ്ണ് മൂടി. അതുകൊണ്ട് മുമ്പിൽ നിന്ന ദൈവദൂതനെ അവന് കാണാൻ പറ്റിയില്ല. ലൂക്കാ 24:31 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഉത്ഥാനം ചെയ്ത കർത്താവ് കണ്ണ് തുറന്നു കൊടുത്തപ്പോൾ അവർക്ക് സുവിശേഷത്തിന്റെ പ്രകാശം സ്വീകരിക്കാൻ പറ്റി. അതുവരെ അവരുടെ കണ്ണ് മൂടപ്പെട്ടതായിരുന്നു. മറ്റൊന്ന്, 5ാമത്തെ കാര്യമാണ് അരിശം. സാത്താന്റെ ഒരു ട്രേഡ് മാർക്കാണ് അരിശം. ഇന്ന് അമിതമായിട്ടുള്ള കോപം, അരിശം, ഇതെല്ലാമായിട്ട് നടക്കുന്ന വ്യക്തികൾ. വെളിപാട് 12:12 നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ്. സുഭാഷിതങ്ങൾ 14:29 കൂടി എടുക്കുകയാണെങ്കിൽ മുൻകോപി ഭോഷത്വത്തെ താലോലിക്കും എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ കാര്യമാണ് വ്യഭിചാര ദുർഭൂതം. അത് ഓസിയ 5:4 ഒന്ന് വായിച്ചാൽ മാത്രം മതി. വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് അവർക്ക് വ്യഭിചാരത്തിൽ നിന്ന് പുറത്തു വരാനോ വ്യഭിചാരത്തിൽ നിന്ന് മറ്റുള്ളവരെ ഒന്ന് വിടുവിക്കാനോ അവർക്ക് പറ്റാതെ പോകുന്ന അവസ്ഥ. മാർഗതടസ്സം സൃഷ്ടിക്കുന്ന ദുരാത്മാവിനെ കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 10 അധ്യായം വായിച്ചാൽ മതി. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ മാർഗതടസ്സം സൃഷ്ടിക്കുന്നത്. പാപം മൂലവും ഇത് വരാം എന്നുള്ളത് വിലാപങ്ങളുടെ പുസ്തകം 3:9 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി 8ാമത്തെ കാര്യമാണ് നമ്മുടെ ഒരു ഭ്രാന്തനെ പോലെ നമ്മളെ പുലമ്പിക്കുന്ന ദുരാത്മാവ്. ഇതേക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഭ്രാന്തനെ പോലെ പുലമ്പുന്ന ഒരു രംഗം 1 സാമുവേൽ 8:10 മുതൽ വായിച്ചാൽ മതി. 10ാമത്തെ വചനത്തിൽ സാവൂൾ ഇതുപോലെ ഡിസ്കണക്റ്റഡ് നോൺസെൻസ് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ അവിടെ കാണുന്നു. 9ഉം 10ഉം അതറിയാൻ 1 രാജാക്കന്മാർ 21 അധ്യായം എടുത്താൽ മതി. ആഹാബ് സ്പിരിറ്റ്, ജസബൽ സ്പിരിറ്റ്. ആഹാബ് സ്പിരിറ്റ് ബാധിച്ചവർക്ക് എന്ത് സംഭവിക്കും? ലൈംഗിക സുഖത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. പാപകരമായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യും. ഇനി ജസബൽ സ്പിരിറ്റിന്റെ ഒരു പ്രത്യേകത, ജസബലിന്റെ സ്വഭാവം ലൈംഗികത പ്രൊജക്റ്റ് ചെയ്ത്, ലൈംഗികത കാണിച്ചുകൊണ്ട് അവര് എന്തും നേടിയെടുക്കാൻ നോക്കും. ഇതെല്ലാം സാത്താന്റെ കെണികളാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതിൽ പെടാതിരിക്കാൻ വേണ്ട കൃപയ്ക്കായി നമുക്കിനി ശിരസ് നമിച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.